പൗരോഹിത്യത്തെ വെല്ലുവിളിക്കുന്ന ഫെമിനിസ്റ്റ് ഫാത്തിമയ്ക്ക് സംസ്ഥാന അവാർഡുകൾ ലഭിക്കുമ്പോൾ പൊന്നാനിക്കാരിയായ ഒരു സാധാരണ മുസ്ലിം സ്ത്രീ തന്റെ ഉള്ളിലെ ഫെമിനിസ്റ്റിനെ കണ്ടെത്തുന്ന കഥയാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ. സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന പേരിലിറങ്ങി ഹിന്ദുത്വ കോടാലിക്കൈയായി മാറിയ സ്റ്റീരിയോ ടൈപ്പുകളെ എങ്ങനെ പൊളിക്കാമെന്നും എന്താണ് സിനിമ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നും സംവിധായകൻ തുടക്കം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ടൈറ്റിൽ മുതൽ തന്നെ അത് വ്യക്തമാണ്. മതവിശ്വാസിയായ പർദ്ദ ധരിച്ച ഒരു ഫെമിനിസ്റ്റ്. ഫാത്തിമയും ഭർത്താവ് അഷ്റഫും കിടന്നുറങ്ങുന്ന രംഗത്തോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. നേരം പുലരുന്നു. ഫാത്തിമ വീട്ടുപണികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ വേറെ ആർക്കും നേരം വെളുത്തിട്ടില്ല. അവൾക്ക് കുട്ടികളെയും ഭർത്താവിനെയും ഉണർത്തണം. അവരെ പഠിക്കാനും ജോലിക്കും പറഞ്ഞേക്കണം. എല്ലാം അവൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട പണികളാണ്. ഹൗസ് റിമൈൻസ് ഡാർക്ക് അണ്ടിൽ ദ മദർ വേക്കപ്പ് എന്ന ഖലീൽ ജിബ്രാന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ രംഗങ്ങൾ. ഈ ചെക്കൻ ബെഡിൽ പാത്തിക്കണു എന്ന അതിസാധാരണമായ ഫാത്തിമയുടെ മകളുടെ സംഭാഷണത്തിൽ നിന്നാണ് സിനിമ കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഫാത്തിമയുടെ മൂത്ത മകൻ ബെഡിൽ മൂത്രമൊഴിച്ചിരിക്കുന്നു. ആ ബെഡ് കഴുകണം, അത് ഉണക്കിയെടുക്കണം, എല്ലാം ഫാത്തിമ ഒറ്റയ്ക്ക് ചെയ്യണം. പക്ഷെ കഴുകാൻ പുറത്തേക്ക് ഇറക്കിയ ആ ബെഡ് പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഫാത്തിമയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഒടുക്കം അവൾക്കത് ഉപേക്ഷിക്കേണ്ടി വരുന്നു. പുതിയതൊന്ന് വാങ്ങാൻ അവൾക്ക് നിവൃത്തിയില്ല. ഭർത്താവ് അവൾക്ക് പുതിയതൊന്ന് വാങ്ങി കൊടുക്കുന്നുമില്ല. പകരം കിടക്കയില്ലാത്ത അസുഖകരമായ ആ കിടത്തത്തിൽ ഫാത്തിമയെ ഒറ്റക്കാക്കി കുട്ടികളുടെ ബെഡ് കയ്യേറുകയാണ് ഭർത്താവ് ചെയ്യുന്നത്. നടുവേദനയുടെ അസുഖകരമായ ആ മുറിയിൽ ഫാത്തിമ ഒറ്റക്കാകുന്നു. പിന്നീട് സ്വന്തമായ ഒരു കിടക്ക ഒപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ശ്രമങ്ങളിൽ അവൾ പൊട്ടിക്കുന്ന പാട്രിയാർക്കിയുടെ ചരടുകളുടെയും. എല്ലാവർക്കും അവരുടേതായ ഫാന്റസിയിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ പറയുന്നുണ്ട്. ഇവിടെ കിടക്കയാണ്, സുഖകരമായ കിടപ്പാണ് ഫാത്തിമയുടെ ഫാന്റസി, നടുവേദന റിയാലിറ്റിയും. ഇതാണ്, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഫെമിനിസ്റ്റ് ഫാത്തിമയുടെ കഥ. എന്നാൽ ഓരോ സീനിലും സൂക്ഷ്മമായി ഫെമിനിസ്റ്റ് രാഷ്ട്രീയം പറയുന്നുമുണ്ട് സിനിമ. ആദ്യം പറഞ്ഞതുപോലെ ടൈറ്റിൽ മുതൽ ആദ്യത്തെ സീൻ മുതൽ തന്നെ അത് പ്രകടമാണ്. അഷ്റഫും അയാളുടെ പാട്രിയാർക്കൽ ശീലങ്ങളുമാണ് ഫാത്തിമ ഉൾപ്പെടെയുള്ള ആ കുടുംബത്തെ നയിക്കുന്നത്. മുന്നിൽ നിന്ന് കാണുമ്പോൾ പഴകിയതാണെങ്കിലും പെയിന്റ് അടിച്ചതാണ് ആ വീട്. വൃത്തികേടുകൾ ഏറെക്കുറെ മറക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിൻഭാഗത്ത് തേക്കാത്ത പരുക്കനായ പഴകിപ്പൊളിഞ്ഞ ചുമരുകൾ കാണാം. ചളി കെട്ടിക്കിടക്കുന്ന പിന്നാമ്പുറം കാണാം. മുന്നിൽ നിന്ന് കാണുന്ന സൗന്ദര്യമൊന്നും പിന്നാമ്പുറത്തില്ല. സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന വീടിനകത്ത് തികച്ചും പാട്രിയാർക്കലായ അഷ്റഫ് എന്ന കുടുംബനാഥന്റെ പ്രതീകമാകുന്നുണ്ട് ആ വീട്.